പുതുജീവൻ പാലനമേകുക കൃപയാലാതുര നിലയം ശാന്തി പുണർന്നിടുവാൻ. പകരും സ്പർശം വഴിയായി സന്തതമരുളണമാരോഗ്യം. മിഴികൾ തുറക്കും ദീപസമാനം തഴുകിയുണർത്തുക ചൈതന്യം. പ്രണവസ്വരൂപ കനിവോടരുളുക പ്രാണനു നിത്യം പുതുജീവൻ. Thank you. The World Heart Day is celebrated on 29th of September every year. The main aim of celebrating this day is to raise awareness about cardiovascular disease, its prevention and its impact that it has across the people. Given this fact, the day highlights the actions that individuals can take to prevent and control cardiovascular disease. World Heart Day was first observed in the year 1999 after World Heart Federation collaborated with World Health Organization. The idea of celebrating this day was conceived by Anthony Bay de Luna, who was the former president of World Health Federation. The day is celebrated every year with a theme. The theme for this year is Use Heart for Every Heart. May I now invite Dr. Suresh Davis, Senior Consultant, Department of Cardiology, to officially welcome everyone. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാ വർഷത്തെ പോലെയും ഈ കൊല്ലവും നമ്മൾ വേൾഡ് ഹാർട്ട് ഡേ ആഘോഷിക്കുകയാണ്. എല്ലാ കൊല്ലവും നമുക്കൊരു തീമുണ്ട്. ഈ പ്രാവശ്യത്തെ തീമും അതുപോലെ തന്നെയാണ്, യൂസ് യുവർ ഹാർട്ട് ടു ഗെറ്റ് മോർ ഹാർട്ട്സ്. അപ്പം നമ്മുടെ ഹൃദയം കൊണ്ട് മറ്റുള്ളവരെ നമ്മുടെ അടുത്തേക്ക് വലിച്ചെടുക്കുക. അതായത് വേറൊന്നുമല്ല, മറ്റുള്ളവരുടെ ഹൃദയം കൂടി നമ്മളെ ആരോഗ്യപൂർണ്ണമാക്കുക എന്നാണ് അർത്ഥം. അതിനുവേണ്ടി ഇന്ന് നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുന്ന വിശിഷ്ട വ്യക്തി എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. ഒരു ആസ് എൻ ആക്ടർ, ആസ് എ ഡയറക്ടർ, ആസ് എ ലിറിസിസ്റ്റ്, ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ എന്നീ രീതിയിൽ മലയാളികളുടെ എല്ലാവരെയും ഹൃദയം കവർന്ന ഒരു വ്യക്തിയാണ് നമ്മളിവിടെ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പണ്ട് ഞാൻ ചെറുപ്പത്തിൽ കണ്ട സമയത്ത് എനിക്ക് ഓർമ്മ എന്ന് വെച്ചാൽ, അപ്പോൾ ടി വി കാണുമ്പോൾ പറഞ്ഞു, ഫാദർ പറഞ്ഞു, ഇത് മമ്മൂട്ടീനെ പോലെ ഇരിക്കുന്ന ആളാണല്ലോ. അമ്മ പറഞ്ഞില്ല, മോഹൻലാലിനെ പോലെ നല്ല ബോഡിയുള്ള ആളാണ്. അപ്പോൾ എന്തായാലും ആളൊരു സുമുഖനാണ്, ആളൊരു മിടുക്കനാണ്, ഹെൽത്തിയാണ്. നമ്മൾ എന്നെക്കാളും കൂടുതൽ നിങ്ങൾക്ക് അറിയാം, ഒരു പോലീസ് ഓഫീസറായി, സീനിയർ ഗ്രേഡ് പോലീസ് ഓഫീസറൊക്കെ ആയിട്ടാണ് വരാറ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിലെ എല്ലാവരുടെയും പേരിൽ ശ്രീ അനൂപ് മേനോൻ സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യേണ്ടത് വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം ജോൺസൺ അച്ഛനെ തന്നെയാണ്. അച്ഛൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. നമ്മളെക്കാളും വളരെ ബിസിയായ വ്യക്തിയാണ്. നമുക്കൊരു ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമേ ഉള്ളൂ, അച്ഛന് ഹോസ്പിറ്റൽ മുഴുവൻ ഉണ്ട്. എന്നാലും ഒരു 6 മണി കഴിയുമ്പോൾ നമുക്കൊരാളിങ്ങനെ ഹോസ്പിറ്റലിന് ചുറ്റും കിടന്ന് നടക്കണ കാണാം. അപ്പോൾ എത്രത്തോളം ഹെൽത്ത് അവെയർനെസ് അച്ഛനുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു മോട്ടിവേഷനാണ് അച്ഛൻ, ഒരു ഹെൽത്ത് അവെയർനെസ്സിനെ കുറിച്ച്. അച്ഛനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാലോ, ഹാർട്ടിന് ഏറ്റവും ആവശ്യം എന്നുള്ളത് സന്തോഷം, ഒരു പുഞ്ചിരിയാണ്. അപ്പോൾ നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ വന്നാൽ ഒരു വ്യക്തി ഉണ്ടാവും, ഇങ്ങനെ നടക്കുമ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ ചിരിച്ച് വരുന്നൊരു വ്യക്തി ഉണ്ടാവും. ആളെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അത് വേറെ ആരുമല്ല, നമ്മുടെ തലതൊട്ടപ്പനായ, നമ്മുടെ എല്ലാം കാരണവരായ നമ്മുടെ ഫാദർ അലക്സ് അച്ഛനാണ്. അച്ഛനെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ കാലത്ത് ഒരാൾ വളരെ ഫേമസ് ആണ്, നമ്മുടെ അച്ഛന്മാരുടെ ഒരാൾ.
വേറെ ഒന്നുമല്ല, എല്ലാവർക്കും അറിയാം, പേപ്പറിലൊക്കെ കണ്ടു. രാഹുൽ ഗാന്ധിയുടെ കൈയും പിടിച്ച ഒരാളൊരു ഓട്ടം നമ്മൾ കണ്ടു. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ ജോയ് കിളിക്കുന്ന അച്ഛനാണ്. അച്ഛനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മളെല്ലാവരും ഹാർട്ടിനെ ഫോട്ടോയിൽ കണ്ടിട്ടുണ്ടാവും, വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവും. ഞങ്ങൾ കാർഡിയോളജിസ്റ്റ് പോലും കാത്ത് ലാബിൽ നോക്കുമ്പോൾ ഒരു അശരീരിയായ എക്സ്റേയിൽ മാത്രമേ കാണുള്ളൂ. എന്നാലും ഹാർട്ടിനെ ഉള്ളംകൈയിൽ കാണുന്ന ഒരാൾ നമ്മുടെ ഇവിടെ ഉണ്ട്. അതാണ് പ്രത്യേക കഴിവ്. അതിനെ വെച്ച് അമ്മാനമാടുന്ന ആളാണ് നമ്മുടെ മെഡിക്കൽ ഡയറക്ടർ SKN സാർ. സാറാണ് നമ്മുടെ മെഡിക്കൽ ഡയറക്ടറും നമ്മുടെ ചീഫ് കാർഡിയോളജിസ്റ്റ് സർജൻ. സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി നമ്മൾ അറിയാലോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹാർട്ടിന് ഏറ്റവും വേണ്ടത് സമാധാനമാണ്. അതുപോലെ തന്നെ ഇവിടെയുള്ള ഡോക്ടർമാർ, ഇവിടെയുള്ള സ്റ്റാഫ്, ഓപ്പറേഷൻ സ്റ്റാഫ് എല്ലാവരും ചോദിച്ചു നോക്കുക, എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മൾ ആരുടെ അടുത്തേക്കാണ് ഓടിച്ചില്ല. അത് വേറെ ആരുമല്ല, അത് വേറെ ചിരിക്കുന്ന മുഖമാണ് സണ്ണി സാറിൻ്റെ. സാറിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ പകുതി സമാധാനമാവും. സാറ് ഒരു ട്രിക്ക് പറഞ്ഞു തരും നമുക്ക്. അപ്പോൾ സാറിന് ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എനിക്കറിയാം, ഈ മീറ്റിങ്ങിൻ്റെ പിന്നാലെ നമ്മുടെ കാർഡിയോ ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാത്തിനും സക്സസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ഡോക്ടർ നായക് സാറാണ്. സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എനിക്കറിയാം ഇനിയും കുറേ ആൾക്കാരുണ്ട് നമുക്ക് സ്വാഗതം ചെയ്യാൻ. എല്ലാ അച്ഛന്മാരെയും ഞാൻ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. ഇനി ഞാൻ സമയം കളയുന്നില്ല. നമ്മുടെ വിളിക്കുന്ന എല്ലാ വ്യക്തികളും, എല്ലാ ഡോക്ടർമാർ, എല്ലാ സിസ്റ്റേഴ്സ്, എല്ലാ നമ്മുടെ സപ്പോർട്ടീവ് സ്റ്റാഫായിട്ടുള്ള ആൾക്കാർ, എല്ലാവരെയും, പേഷ്യൻസ്, എല്ലാ റിലേറ്റീവ്സിനെയും എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. യൂഷ്വലി ഞാനൊരു താങ്ക് യു സർ ഫോർ ദ വെൽക്കം അഡ്രസ് എന്ന് പറയും. പക്ഷേ ഇത്രയും നല്ല വെൽക്കം പറഞ്ഞാൽ നല്ലൊരു കൈയോടി നമുക്ക് കൊടുക്കണം. ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു വെൽക്കം അഡ്രസ് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. താങ്ക് യു സോ മച്ച് സർ. It gives me immense pleasure to welcome Father Johnson Varapalli CMI, our Executive Director and CEO, to deliver the presidential address. സുഹൃത്തുക്കളെ എന്ന വിളിയിൽ നിങ്ങളെല്ലാവരും പെട്ടിട്ടുണ്ട്. നമ്മുടെ ചീഫ് ഗസ്റ്റ് ശ്രീ അനൂപ് മേനോനും എൻ്റെ സഹപ്രവർത്തകർ, ഇവിടെ ഈ പ്രോഗ്രാം വീക്ഷിക്കുന്നതിനായിട്ട് ഇവിടെ വന്നിട്ടുള്ള രോഗികളും അല്ലാത്തവരും, ബൈസ്റ്റാൻഡേഴ്സും എല്ലാവരെയും അത് ഞാൻ പെടുത്തിയിരിക്കുന്നു. 2022 നമ്മുടെ ഹൃദയദിന ആഘോഷത്തിന് മാറ്റുകൂട്ടുവാനായി ശ്രീ അനൂപ് മേനോനെ നമുക്ക് ലഭിച്ചു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. ഞാൻ സിനിമയിലെ കണ്ടിട്ടുള്ളൂ, നേരിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. വന്ന ഒരു 2-3 മിനിറ്റ് എൻ്റെ ഓഫീസിൽ ഞങ്ങൾ സംസാരിച്ചപ്പോൾ തന്നെ ഒരു CMI പ്രോഡക്റ്റാണ്, ഞങ്ങളുടെ തിരുവനന്തപുരത്തുള്ള ക്രൈസ്റ്റ് നഗർ സ്കൂളിൻ്റെ ഒരു ഭാഗമാണ് എന്നറിഞ്ഞപ്പോൾ അത് വളരെ സന്തോഷമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ CMI-കാരെ കുറിച്ച് കുറച്ചൊക്കെ ശ്രീ അനൂപ് മേനോൻ അറിയാം എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഇന്നത്തെ ഈ പ്രോഗ്രാമിനെ കുറിച്ച് ഹോസ്പിറ്റൽ ഗ്രൂപ്പിൽ ഞാനൊരു ഇതിൻ്റെ ഞാൻ വാട്സാപ്പിൽ ഞാൻ ഫോർവേഡ് ചെയ്തു. അത് ചെയ്തപ്പോൾ എനിക്ക് കുറേ കമൻസ് കിട്ടി. അതിൽ ബോംബെയിലുള്ള റിലയൻസ് ഹോസ്പിറ്റലിൽ നിന്നും അവിടുത്തെ ഒരു സീനിയർ ഓഫീസർ ഒരു കമൻ്റ് എനിക്ക് തിരിച്ചയച്ചു. അപ്പം അത് ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒന്നാണ്. ഞാൻ ശ്രീ അനൂപ് മേനോനെ കുറിച്ച് കേട്ടിട്ടുള്ളത് വളരെ ബുദ്ധിജീവിയാണ്, ഒരുപാട് വായിക്കുന്നയാളാണ്, അങ്ങനെയൊക്കെയാണ്, ഭയങ്കര ഉന്നതമായ ചിന്തയുള്ള ആളാണ്, ഇതൊക്കെയാണ് കേട്ടിരിക്കുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്നത്, ഇത് റിലയൻസ് ഹോസ്പിറ്റലിലെ ഒരു സീനിയർ ഓഫീസറാണ്. This is awesome. Have high regard for this gentleman. Have heard that he is very humble and humane. അങ്ങനെ ഒരു കമൻറ്റ് കൂടി. ഈ കമൻറ്റ് ഞാൻ അധികം കേട്ടിട്ടില്ല, കാരണം ആ ഒരു ഭാഗത്തെക്കുറിച്ചല്ല ആളുകൾ പലപ്പോഴും പറയാറുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വലിയ അഭിമാനവും സന്തോഷവുമുണ്ട് ഇവിടെ ഇന്ന് വന്നു ഞങ്ങളോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കുന്നു എന്നതിൽ. അതുപോലെ തന്നെ എനിക്ക് അഭിനന്ദിക്കാനായിട്ടുള്ളത് നമ്മുടെ ഇവിടുത്തെ കാർഡിയാക് ടീമിനോടാണ്. അത് നമ്മുടെ കാർഡിയോളജിസ്റ്റായാലും കാർഡിയാക് സർജറി ടീമാണെങ്കിലും മറ്റ് തലത്തിലുള്ള സപ്പോർട്ടിംഗ് സ്റ്റാഫ്, അത് നേഴ്സസ് ഉണ്ടാകാം, ഈവൻ നമ്മുടെ വീൽ ചെയർ തള്ളി രോഗികളെ സഹായിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ഈ കാർഡിയാക് ടീമിന് എല്ലാവർക്കും ഇങ്ങനെ ഇത്രയും നല്ലൊരു പ്രോഗ്രാം ഇവിടെ ഓർഗനൈസ് ചെയ്യാൻ ഇനീഷ്യേറ്റീവ് എടുത്തതിന് എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. സന്ദേശം ഞാൻ പറയുന്നില്ല, എനിക്ക് ശേഷം പലരും പറയാനുണ്ട്.
ഡോക്ടർ രാംദാസ് നായിക് പറയുന്നുണ്ട്, അതിനുശേഷം ഡോക്ടർ എസ് കെ നായർ പറയുന്നുണ്ട്, പിന്നെ നമ്മുടെ ചീഫ് ഗസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ സന്ദേശം ഞാൻ അവർക്കായിട്ട് വിടുന്നു. നന്ദി, നമസ്കാരം. Thank you, Father. The best person to talk on Heart Day is the Heart Doc himself. I gladly invite Dr. Ramdas Naik, Senior Consultant and HOD, Department of Cardiology, for the Heart Day message. Good evening, everyone. As every year, we religiously do this program, and this is our 7th year which we are doing. Why do we do this program? എന്തിനാണ് നമ്മൾ ഇത് ചെയ്യുന്നത്? Basically, it's just like our birthday. We celebrate our birthday every year. It's to make feel good, to make ourselves happy, to make ourselves aware of things that we are so-called important person. We all should know that heart is the most important organ in our body. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ഓർഗനാണ് ശരീരത്തിലെ ഹാർട്ട്. നമ്മളെപ്പോഴും പറയുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന് ജീവനും ഒരു മരണവും. ഈ കൊച്ചിന് പ്രഗ്നൻസി സമയത്ത് ജീവനുണ്ടെന്ന് പറയുന്നത് 7ാമത്തെ ആഴ്ച അൾട്രാസൗണ്ട് ചെയ്യുമ്പോൾ ഹാർട്ട് ബീറ്റ് ഉണ്ട്. ദാറ്റ് ഇസ് എ ടൈം വെൻ വി സേ ദാറ്റ് ഹാർട്ട്. ബാക്കി അവയവത്തിനെ കുറിച്ച് ഒന്നുമില്ല. ദ സെയിം തിങ് വെൻ വി ഡിക്ലെയർ ഡെത്ത്, we first hear heart sounds. If there is no heart sound, we declare is no more. The happiness and sadness, and in between it's all life. And we at Rajagiri, we give life in abundance. That's what we are for. And heart. And this heart has to be securely taken care of. That is the need of awareness which we need to give. That's the reason why നമ്മൾ ഈ വേൾഡ് ഹാർട്ട് ഡേ നമ്മൾ വി സെലിബ്രേറ്റ്. ഈ പറയുന്ന ഹാർട്ടിന് വരുന്ന അസുഖങ്ങൾ ചെറിയ രീതിയിലല്ല. ഇറ്റ് ക്യാൻ കം ഫ്രം ബർത്ത് ടിൽ യു ഡൈ. ബട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഇപ്പോൾ ഉള്ളത് ലൈഫ് സ്റ്റൈൽ ഡിസീസിനാണ്. ദർ ലോട്ട് ഓഫ് തിങ്സ് വിച്ച് വി ഹാവ് ടു ഓവർകം ഈ പ്രിവെൻറ്റ് ചെയ്യാൻ, ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് പ്രിവെൻറ്റ് ചെയ്യാൻ. ഹാർട്ടിന് ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് വരാനുള്ള കാരണം നമ്മൾ സ്വന്തം ഉണ്ടാക്കി വെക്കുന്ന ചില കാര്യങ്ങളാണ്. നമ്മളെപ്പോഴും പറയും തിങ്ക് പോസിറ്റീവ്ലി എന്ന്. ടേക്ക് ഇറ്റ് ബൈ യുവർ ഹാർട്ട്. ദാറ്റ് ഈസ് ബിക്കോസ് വി ഹാവ് ടു ടേക്ക് റൈറ്റ് ഡിസിഷൻസ്, ആൻഡ് റൈറ്റ് ഡിസിഷൻസ് ഓൺലി ക്യാൻ ബി ടേക്കൺ വെൻ യു തിങ്ക് ഫ്രം ദ ഹാർട്ട്, നോട്ട് ഫ്രം യുവർ മൈൻഡ്. വി ഓൾസോ ഹാവ് ടു തിങ്ക് അബൌട്ട് taking steps with courage. If you want to have courage, again it should come from the heart. And if you need to help another person, it has to come from the heart. So heart as an organ has so much of importance when it comes to helping others, taking decisions and thinking positively and taking things to the right direction. World Heart Day was initiated in 1999 by World Heart Federation, and since then we have been continuously doing this program every year and in a bigger fashion to help each other, to make others aware about heart disease. That is what exactly we are looking at. And every year there is a theme, and this year's theme is Heart for Humanity, Heart for Nature, and Heart for You. As we all know, Heart for Humanity, the only way which you can help others is by giving him a kind of hand where he needs you. In a personal way, in an organizational way. Personal way, I am sure that each and every individual may help another person, a neighbor, a friend, or a brother or a sister. But it's not enough. We as an organization, we need to grow in a bigger way. How are you going to help it? World Heart Foundation is one such way, by bringing such initiatives like World Heart Day is bringing out. Similarly, there are a lot of local organizations which can bring out such events
such as holding camps, holding free services to the needy, helping the poor. One such thing is initiated always by Rajagiri. We have been every year, we have been giving free treatments for many people who are in the needy at this hospital for last 7 years. And we are continuing the same in the coming years also. Another thing which we are discussing about the nature. Just few minutes back we were having a discussion in Father Johnson's chamber about why people go to US and other things. When we are talking about nature, we can see the amount of pollution. One of the important things is air pollution. And we all know that air pollution causes about 25% of the cardiac diseases because of air pollution. If you go to the abroad, you can have carpooling. One of the commonest cause of air pollution is our old vehicles. I don't think we are still condemning our vehicles even after 25 years of running the vehicle. So one of the cause of air pollution is our vehicle. Then of course the factories and things. So using a carpool or start walking if it is a nearby. I am very sure that most of us don't have time. So even to go for a half a kilometer we use our car rather than going by walk. And similarly is using our lift rather than walking. And as Dr. Suresh said, the only person who walks in the evening is Dr. Johnson Achan. But I think he doesn't walk just for that. He looks after the hospital also. So that is a more important reason than his health, I sometimes feel. But he takes a regular walk every day. So that is the way in which you should reduce the pollution in the air by using your legs rather by walking or by cycling rather than using a vehicle. The third one is loving yourself. How will you love yourself is the question. That's the most important thing. See the mirror every day and start loving yourself before loving others. One of the important cause of the current illness is depression. And I'm sure most of the people who have gone through depression will know, vouch for it, how it takes. On and off, you can see in the media as well as in the paper, most of the film industry people are coming out and saying they have gone through depression. Film stars, sports stars, all have gone through depression. And depression is one of the important cause. It takes about 2 times higher risk of having heart disease when you are depressed than when you are happy. So depression is one of the most important cause of heart disease. So how to overcome it? Overcoming most often happens is by going with bad vices, either by taking a tobacco abuse by smoking or taking alcohol, because most of the time people say, I am very depressed, I want to have a peg, or they take on smoking. So that is not the healthy way in which you should. The best way to do is go for an exercise, go for a cycling, do yoga, do meditation, or have a good counseling. Now there are a lot of online counseling classes for psychologically or depressed. Enough and more are coming in papers. I think people should look into that also if you are not able to cope up alone. So depression is one of the most common cause of having a heart illness. The other most important factor which we know nobody talks about is sleeping. The sleep pattern is the most important thing to prevent heart disease. If you don't have a good sleep, the risk of heart disease again increases by 2-fold. So I know most often either doctors or whoever is the people in the hospital, they have at least 2 to 3 times high risk of having heart illness. Most of the doctors die of heart alignment earlier than any other person because the amount of stress they go through every day for taking care of the patients. Because once the patient is coming in the hospital, every patient's kith and kin have a feeling that their parent will go home safe. But everyone should understand that there is a divine intervention there. We are only human beings and there is some amount of
restriction for all of us. But unfortunately, we ourselves don't know how to take about it. And my request to every fellow doctors here and the staff nurses is to have a good sleep, not to take more stress and cause problem for ourselves, because we are needed for the people who are needy. So we have to take care of ourselves. So today I request each and every one to pledge to be a better human by helping ourselves to come out of depression. If you all have a good sleep, have a good quality of life by doing a good exercise, by doing meditation, yoga, eating well, eating good food, and help each other by helping some or the other way who requires the help when in need. And definitely to our Mother Nature, who has given us so much to live in this place, and do help her by reducing the pollution, thereby helping us too by walking. Thank you very much, and I hope the coming years will be an excellent year wherein the heart diseases comes down, as we all know that India is the global capital for heart disease and Kerala is the capital of India for heart disease. Thank you very much. So I remember one day I was sitting in the office and for some reason Dr. Ramdas just walked in and I was eating a biscuit. I don't know if you remember that day, sir. And he said, "What is this? Why are you eating a biscuit at this point of time?" Even though it looks like I have not stopped, but I have actually stopped eating it. So thank you, sir, for that wonderful message. May I humbly invite Dr. Shiv K. Nair, Medical Director and HOD, CVTS, to offer the felicitations. A very good afternoon to everybody. And it is really my privilege to offer felicitations today to Mr. Anoop Menon, a very beloved actor who occupies the heart of Malayalis all across the globe. So I think for this very happy occasion of the World Heart Day, we wish you a very warm welcome to our hospital. And as the theme for the World Heart Day is your heart for every heart. So I think he is a very apt ambassador for the heart. For I'm sure there are a lot of people in this audience who are very delighted to see him here today. But more importantly, I think he will make a very important message on this very, very important. Actually, we are kicking off the World Heart Day celebrations, which actually fall tomorrow. That is the 29th of September is actually the World Heart Day. But we have moved it a day forward so that tomorrow we'll be busy with other activities like camps, etc. So we organize this function this evening. I must say a few words at least about cardiovascular disease. You will be surprised to know that between 2 and 3 crore people die of heart disease every year across the globe, across the world. It is the highest cause of mortality from any disease, much more than cancer or any other disease. And in a large measure, as Dr. Ramdas mentioned, it is preventable. And therefore, taking some precautions, following some advice, you may not always follow the doctors, but we should always follow the doctor's advice. So, with these few words, I would like to wish everybody a very healthy heart. And I would once again thank Mr. Anoop Menon for sparing his time from a very busy schedule. As you all know, he's an actor, director, playwright, screenwriter, a number of multifaceted personality, both on the small screen and on the big screen. And we are really glad that he's here with us today. And I'm sure his message will be spread far and wide. Thank you very much. Thank you so much, sir. അപ്പോൾ ഇനി എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ആളിപ്പോൾ സ്റ്റേജിലേക്ക് വരും. എല്ലാവരും കാത്തിരിക്കുന്ന ഇതിന് വേണ്ടിയിട്ടാണെന്ന് എനിക്കറിയാം. ആർക്കും ഇതൊന്നും കേൾക്കണ്ടെന്ന് എനിക്കറിയാം. ഹാർട്ട് ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവർക്കും അറിയാം. എന്നാലും എല്ലാവരും അനൂപ് സാർ എപ്പോൾ സ്റ്റേജിന് മുകളിൽ കയറും അത് കാത്തിരിക്കുക ഇങ്ങനെ. An actor, director, screenwriter and lyricist. Whatever he has touched has turned to gold. He has worked on television before carving his niche in the film industry. A versatile actor like him is a gift to the Indian cinema. Hero ayalum, villain ayalum, there is something about him that we adore. He is an actor whose characters have stood out in every movie. That's how amazing he is.
On this hard day, let me welcome the heartthrob of many, Shri Anoop Menon sir, to inaugurate the Heart Care Campaign and the Pacing and Arrhythmia Clinic. May I request the dignitaries to please accompany him on the stage. Also a gentle request, after this please stay back so that we can inaugurate the clinic also. It will take some time. We've just inaugurated the Pacing and the Arrhythmia Clinic. This is the Heart Care Campaign, which is being done in association with Manorama, and the details will be published through Manorama in the upcoming days. A big round of applause, please. Shri Anoop Menon sir to please speak a few words. പ്രിയപ്പെട്ടവരെ, ഒരു ആശുപത്രിയിൽ വന്നിട്ട് ഇത്രയും സന്തോഷം തോന്നുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. ഇതൊരു ആശുപത്രിയായേ തോന്നുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. വളരെ ചിരിക്കുന്ന മുഖമുള്ള ഭിഷഗ്വരന്മാരും അതിനേക്കാൾ വലിയ ചിരിയുള്ള അച്ഛന്മാരും. സച്ച് എ പ്ലസന്റ് സ്പേസ്. നമ്മൾ ആശുപത്രി വന്നാൽ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ചാടി വെളിയിറങ്ങുക എന്നുള്ളതാണ് എല്ലാ ആശുപത്രികളും നമ്മൾ ചെയ്യുന്നൊരു കാര്യം. വേൾഡ് ഹാർട്ട് ഡേ. ഞാനങ്ങനെ ഒരു വളരെ സ്റ്റുഡിയസ് ആയ ഒരു ബയോളജി സ്റ്റുഡൻ്റ് ആയിരുന്നില്ല സ്കൂൾ ടൈമിൽ. അപ്പോൾ ആ സമയത്ത് അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ ക്രൈസ്റ്റ് സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അവിടെ ഒരു ഗറാർഡ് അച്ഛനും ഒരു ബെർത്തോൾഡ് അച്ഛനും ഒരു പട്ടർക്കള അച്ഛനും ഞങ്ങളിങ്ങനെ പൊതിഞ്ഞ് കോഴിക്കുഞ്ഞുങ്ങളെ പോലെ കൊണ്ടു നടന്നൊരു കാലമുണ്ടായിരുന്നു. അന്ന് എന്നോട് ഇതിലൊരു ഇൻട്രസ്റ്റ് വരാൻ വേണ്ടിയിട്ട്, so that I can evince an interest in zoology or biology, അച്ഛൻ കുറെ ഫൺ ഫാക്ട്സ് ഹൃദയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കുറേ വർഷങ്ങൾക്ക് ശേഷം ഈ അടുത്ത് ഏതോ ഒരു വിദേശയാത്രയ്ക്കിടയിൽ ഞാനൊരു പുസ്തകം, ബിൽ ബ്രൈസൺ എന്ന് പറയുന്ന ആളുടെ ദ ബോഡി എന്ന ബുക്ക്, അതിൽ ഗറാർഡ് അച്ഛനോ പട്ടർക്കള അച്ഛനോ പറഞ്ഞു തന്ന ഈ ഫൺ ഫാക്ട്സ് ഒന്നുകൂടി ബ്രഷ് ചെയ്യാൻ ഇടയായി. ചിലപ്പോൾ ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടായിരിക്കാം ബിൽ ബ്രൈസൺ വീണ്ടും എൻ്റെ ജീവിതത്തിലേക്ക് വന്നത്. നിങ്ങൾക്ക് എത്ര പേർക്കറിയാം, നമ്മുടെ ഹൃദയധമനികൾ, നമ്മുടെ ബ്ലഡ് വെസൽസ് 60,000 മൈല് നീളമുള്ളതാണ് എന്നുള്ളത്. ഓരോ വ്യക്തിയുടെയും ഹൃദയധമനികൾ ഇങ്ങനെ വെളിയിൽ വലിച്ചിട്ടാൽ അത് ഏകദേശം 1,00,000 കിലോമീറ്റർ നീളമുള്ളതാണ്. നിങ്ങളൊന്നും ചില്ലറക്കാരല്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണത്. 1,00,000 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഭൂമി ഒന്ന് ചുറ്റിയിട്ട് വരാം. ഇത് ഓരോ വ്യക്തിയിലുമുണ്ട്. സോ ദ വണ്ടർ ഓഫ് ദ ക്രിയേറ്റർ, ഹൂവർ ഹി ഈസ്. നാസ്തികനും ദൈവവിശ്വാസിക്കും എല്ലാം വിശ്വസിക്കാവുന്ന ഒരു സത്യമാണ് ഈ ക്രിയേറ്ററുടെ ഒരു വണ്ടർമെന്റ് എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഹൃദയം എൻ്റെ ജീവിതത്തിലേക്ക്, ഞാൻ എൻ്റെ സിനിമകളെല്ലാം ഹൃദയം കൊണ്ട് സംസാരിക്കുന്ന സിനിമകളാണ്. ഞാൻ ഒരുപാട് ആക്ഷൻ സിനിമകളൊന്നും ചെയ്യാറില്ല. ഞാൻ രണ്ട് ഹൃദയങ്ങൾ തമ്മിലുള്ള മിക്കവാറും പ്രണയമായിരിക്കും എൻ്റെ വിഷയം.
അല്ലെങ്കിൽ ഒരു ഇൻട്രാപേഴ്സണൽ റിലേഷൻഷിപ്പ് ആയിരിക്കും. ഇതെല്ലാം ഹൃദയവുമായി ബന്ധപ്പെട്ട സിനിമകളാണ്. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഹൃദയം ആദ്യമായി ഒരു വളരെ മാനിഫെസ്റ്റായിട്ട് കടന്നു വരുന്നത് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ എനിക്ക് തോന്നുന്നു ഒരു 18 വയസ്സ് സമയത്താണ്. ഞങ്ങളുടെ പഴയ ട്രിവാൻഡ്രത്തെ വീട്ടിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലേറ്റ് നൈറ്റായി, ഒരു 11 മണിയൊക്കെ ആയപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, ഇവിടെ നിന്നൊരിങ്ങനെ ഒരു ഉരുണ്ടുകയറ്റം ഉണ്ട്, ഇങ്ങനെ ഗ്യാസ് ആയിരിക്കും എന്നുള്ള ആ ഒരു യൂഷ്വൽ ഇത് അമ്മ ഒരു സൈഡിൽ നിന്ന് പറയുന്നു. ആ ഒരു മണിക്കൂർ കഴിയുമ്പോൾ അതിൽ നിന്നും നീണ്ട് അച്ഛൻ അതൊരു വലിയ വേദനയായി ഒരു വശത്ത് സംഭവിക്കുന്നു. അപ്പോഴും വീണ്ടും ഉച്ചയ്ക്ക് കഴിച്ച ഉരുളക്കിഴങ്ങിനെയും വൈകുന്നേരം കഴിച്ച സാമ്പാറിനെയും പഴിച്ചുകൊണ്ട് അച്ഛനും ഞാനും ഒരു പഴയ വെസ്പ സ്കൂട്ടറിൽ കയറിയിട്ട് അച്ഛൻ ഓടിക്കുന്നു, ഞാൻ ബാക്കിലിരിക്കുന്നു. ഞങ്ങൾ തമാശയ്ക്ക് പറഞ്ഞ അവിടെ PRS ഹോസ്പിറ്റലുണ്ട് ട്രിവാൻഡ്രത്ത്. PRS ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അവിടെ ചെല്ലുമ്പോഴാണ് ഡോക്ടേഴ്സ് ഇത് നോക്കിയിട്ട് പറയുന്നു, ഐ തിങ്ക് ഇറ്റ്സ് എൻ അറ്റാക്ക്. നേരത്തെ പറഞ്ഞ പോലെ ദാറ്റ് വാസ് ദ ഫസ്റ്റ് മാനിഫെസ്റ്റേഷൻ ഓഫ് ഹാർട്ട് ഇൻ മൈ ലൈഫ്. അതുവരെ ഇങ്ങനെ 2000 ഗാലൻ പമ്പ് ചെയ്യുന്ന ഒരു മുഷ്ടിയുടെ വലിപ്പമുള്ള സാധനം നമ്മുടെയൊക്കെ ഇടതുവശത്തുണ്ട് എന്നുള്ളത് മാനിഫെസ്റ്റ് ആയിരുന്നില്ല. അവിടെ എവിടെയുള്ളൊരെണ്ണം, അല്ലെങ്കിൽ നമ്മളെ ബാധിക്കാത്ത എന്തോ ഒന്ന്, അങ്ങനെയല്ല എന്ന് മനസ്സിലായതെന്നാണ്. അന്ന് ആ PRS ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് തന്ന ധൈര്യം, അതൊരു വാക്കുകൾ കൊണ്ടുള്ള ധൈര്യമല്ല, അവരുടെ ഒരു നോട്ടം, ചിലപ്പോൾ പുറത്തെ ഒരു തട്ടൽ, ഒന്നും സംഭവിക്കില്ല, ഞങ്ങളുണ്ട്. ഈ ഇരിക്കുന്ന ഡോക്ടേഴ്സിനെയൊക്കെ കാണുമ്പോൾ എനിക്കതാണ് മനസ്സിലേക്ക് ഓടി വരുന്നത്. ദാറ്റ് ഈസ് വാട്ട് യു ബ്രിങ് ടു അവർ ലൈഫ്സ്. ഏറ്റവും നോബ്ലസ്റ്റ് ആയിട്ടുള്ള പ്രൊഫഷൻ. ഐ wanted to be a doctor. I couldn't get through the entrance examination. I was not good enough. I went for law instead. എൻ്റെ കൂടെയുള്ളവരെല്ലാം, ഞാൻ നേരത്തെ അച്ഛനോട് പറഞ്ഞു, ഞാൻ മാത്രമാണ് വഴിതെറ്റിപ്പോയ ഒരു ആൾ. ബാക്കി എല്ലാവരും ഡോക്ടേഴ്സാണ് എൻ്റെ കൂടത്തിൽ പഠിച്ച. വിശാലും ഷഫീനും അങ്ങനെ ഒരുപാട് പേര് ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും IAS ഓഫീസേഴ്സും ഒക്കെ ആയി. ഞാൻ മാത്രം വഴിതെറ്റി ഇവിടെ എത്തി എന്ന്. അപ്പോൾ അത്രയും വലിയ ഒരു, എനിക്ക് ഏതൊരു അമ്പലത്തെക്കാളും പള്ളിയേക്കാളും വിശുദ്ധിയും ഒരു സീക്രട്ട് എന്ന് തോന്നുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഇതാണ് ആശുപത്രി. ഇത് തന്നെയാണ് ഏറ്റവും വലിയ ദേവാലയങ്ങൾ. കാരണം ഇവിടെ നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ ശ്വാസമെടുപ്പിൻ്റെയും ശ്വാസം നിലയ്ക്കലിൻ്റെയും ഇടയ്ക്കുള്ള ആ ഒരു സമയത്തെയാണ് നമ്മൾ ജീവിതം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ സന്ത്രാസത്തെ കൃത്യമായി കൊണ്ട് നടക്കുന്ന ഒരു വലിയ വിഭാഗം, അത് ഡോക്ടേഴ്സ് മാത്രമല്ല, ഇവിടെ നമ്മുടെ വീൽ ചെയർ തള്ളുന്നവർ ഉൾപ്പെടെയുള്ള ഇവിടുത്തെ നഴ്സസ്, അവരുടെയൊക്കെ ഒരു ലൈക്ക് വി ഫീൽ സോ ലിറ്റിൽ ഇൻ ഫ്രണ്ട് ഓഫ് യു. ഞങ്ങളൊന്നും ചെയ്യുന്നില്ല ഈ സമൂഹത്തിന്. The kind of work that you do, I'm so humbled. And I'm so happy that I could come here. എനിക്ക് ഇതിൻ്റെ കുറേ സ്നിപ്പറ്റുകൾ ഇങ്ങനെ ഈ പണ്ട് അച്ഛന്മാർ പറഞ്ഞു തന്ന കാര്യങ്ങൾ ഓർമ്മ വരുന്നു. അതായത് എനിക്ക് തോന്നുന്നു 1953 ആദ്യത്തെ പേസ് മേക്കർ. Am I right? It should be. 1960s ഒക്കെ ആയിരിക്കും ആദ്യത്തെ പേസ് മേക്കർ. ഈ പേസ് മേക്കർ വെച്ച ആള് ലാഴ്സൺ എന്നാണ് എൻ്റെ ഓർമ്മ. ലാഴ്സൺ എന്ന് പറഞ്ഞ ആളായിരുന്നു. അയാൾ ആ പേസ് മേക്കർ ആരാണോ ഘടിപ്പിച്ച ആ ഡോക്ടറിനേക്കാൾ കൂടുതൽ ജീവിച്ചു എന്നാണ് ചരിത്രം. 86 വയസ്സിലാണ് അയാൾ മരിക്കുന്നത്. അയാൾ മരിക്കുന്നത് ഹൃദയ സംബന്ധി അല്ലാത്തൊരു രോഗത്തിനാണ്. അപ്പോൾ അത്രയധികമാണ് നമ്മുടെ ശാസ്ത്രവും നമ്മുടെ ഡോക്ടേഴ്സും നമ്മുടെ ഇതിന് ഈ കരുതലുകൾ ഉണ്ടാക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ പൊല്യൂഷൻ, അതുപോലെ തന്നെ എൻ്റെ അച്ഛൻ നന്നായിട്ട് വളരെ ക്രോണിക്കായിട്ട് സിഗരറ്റ് വലിക്കുമായിരുന്ന ഒരാളാണ്. അന്നത്തെ ആ ഒരു ആൻജിയോയ്ക്ക് ശേഷം ടിൽ നൗ, he should be 79 by now, touch wood, he's okay. For the last 39 years nothing has happened to him after that surgery. So that is what reiterates my belief in this fraternity, and I'm so happy that I could be part of this. And World Heart Day, നമുക്ക് ഹൃദയങ്ങളിലൂടെ മാത്രം സംസാരിക്കാം. ബുദ്ധിയിൽ നിന്നും സംസാരിക്കുന്ന ആ കാലങ്ങൾക്ക് വിട നൽകി നമുക്ക് ഹൃദയങ്ങളിലൂടെ നമുക്ക് സംസാരിക്കാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. സാറ് പറയുന്ന പോലെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു സാറിനല്ലാതെ നമ്മൾ ഇവിടെയുള്ള എല്ലാ ഡോക്ടേഴ്സിന് വേണ്ടിയിട്ടും
കാർഡിയക് സർജൻസും കാർഡിയോളജിസ്റ്റും എല്ലാവർക്കും ഒരു നല്ല കൈയടി കൊടുക്കണം. അവരുടെ കയ്യിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു സാധനമാണ് നമുക്ക് ഇന്ന് മനസ്സിലാവും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു കൈയടി കൊടുക്കാം. May I invite Dr. Jacob George, Consultant, Department of Cardiology, to give us the details about the pacing and arrhythmia clinic. ഗുഡ് ഈവനിങ് എവരി വൺ. നമുക്കെല്ലാവർക്കും അറിയാം, ഹൃദയത്തിൻ്റെ ഇടിപ്പ് എന്ന് പറയുന്നത് ജീവൻ്റെ തുടിപ്പാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് ഒരു മനുഷ്യൻ്റെ ഹൃദയം ഒരു ദിവസം ഒരു 1,00,000 ടൈമെങ്കിലും ഇടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു 70 വർഷം ജീവിക്കുകയാണെങ്കിൽ ഉദ്ദേശം ഒരു 250 കോടി സമയം നമ്മുടെ ഹൃദയം ഇടിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഹൃദയം കൃത്യമായി ഇടിക്കുക, ക്രമമായി ഇടിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി വളരെ ചെറിയൊരു വിഭാഗം രോഗികൾക്ക് ഹൃദയത്തിൻ്റെ ഇടിപ്പിൻ്റെ പ്രശ്നം ഉണ്ടാവാറുണ്ട്. ഹൃദയം ഇടിപ്പ് നിന്ന് പോകുന്നു, കൃത്യമല്ലാണ്ട് ഇടിക്കുന്ന ഒരു സാഹചര്യം വരുന്നു. അങ്ങനെയുള്ള പേഷ്യൻസിന് നമുക്ക് പലപ്പോഴും പേസ് മേക്കർ വേണ്ടി വരാറുണ്ട്, കാർഡിയാക് ഡീഫിബ്രിലേറ്റർ വേണ്ടി വരാറുണ്ട്, CRT പോലെയുള്ള മെഷീനുകൾ വേണ്ടി വരാറുണ്ട്. നമ്മുടെ രാജഗിരിയിലെ ഇങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പേസിംഗ് ഫെസിലിറ്റിയും എല്ലാ മെഷീനറീസും ഘടിപ്പിക്കാനുള്ള ഒരു സംവിധാനമുണ്ട്. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 200ഓളം കേസുകൾ ഇംപ്ലാന്റുകൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ പേസ് മേക്കർ ഇട്ട് കഴിഞ്ഞ പേഷ്യൻസിൻ്റെ ഒരു പ്രധാന റിക്വസ്റ്റാണ് അവർക്കായിട്ടൊരു സെപ്പറേറ്റ് ക്ലിനിക്ക് വേണമെന്നുള്ളത്. ഇപ്പോൾ നമ്മൾ പലപ്പോഴും കാണാണ്ട് നമ്മുടെ കൊച്ചിയിൽ തന്നെ പല ഹോസ്പിറ്റലിലും പേസ് മേക്കർ ചെയ്ത പേഷ്യൻസ് അതിൻ്റെ ആഫ്റ്റർ കെയറിനായിട്ട് രാജഗിരിയിൽ വരാറുണ്ട്. അപ്പോൾ അതിന് അവർ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടത്ര സമയം കിട്ടുന്നില്ല, ആരും നമ്മുടെ കൂടെ വേണ്ടത്ര സമയം സ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ പല പരാതികളും രോഗികളുടെ സജഷൻസും ഒക്കെ ആയിപ്പോഴാണ് രാംദാസ് സാർ എന്നെ ഒരു ഐഡിയ പറഞ്ഞത്, നമുക്കൊരു പേസ് മേക്കർ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യാം. അത് ആ ഒരു പേസ് മേക്കർ ഘടിപ്പിച്ച പേഷ്യൻസിന് സംബന്ധിച്ചുള്ള വലിയൊരു ആശ്വാസമായിരിക്കും. അങ്ങനെ നമ്മൾ രാജഗിരിയിൽ നമ്മൾ പേസ് മേക്കർ ക്ലിനിക്ക് ആരംഭിക്കുകയാണ്. 2ാമത്തെ 4ാമത്തെ ശനിയാഴ്ചകളിൽ രാവിലെ ഒരു 10 to 12 ആയിരിക്കും ഉദ്ദേശം അതിൻ്റെ ടൈം. അപ്പോൾ ഈ പേസ് മേക്കർ ഇട്ട എല്ലാ പേഷ്യൻസിനും എന്തൊക്കെ കെയർ വേണോ അതൊക്കെ ഈ പേസ് മേക്കർ ക്ലിനിക്കിൽ വന്നാൽ കിട്ടും. പലപ്പോഴും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ OPയിൽ പേസ് മേക്കർ ഇട്ട പേഷ്യൻസ് വരും, അവരുടെ മെഷീൻ ചെക്ക് ചെയ്യേണ്ടി വരും. മെഷീൻ ചെക്ക് ചെയ്യാനായിട്ട് അതിൻ്റെ ഇൻട്രോഗേറ്റ് ചെയ്യുന്ന മെഷീൻ കൊണ്ടുവരണം, അതിൻ്റെ ടെക്നീഷ്യൻ വരണം. അപ്പോൾ ജനറലി ഒരു പേസ് മേക്കർ പേഷ്യൻ്റ് രാവിലെ വന്നു കഴിഞ്ഞാൽ എല്ലാ ടെസ്റ്റും കഴിഞ്ഞ് പോകുമ്പോൾ വൈകുന്നേരം 5 മണിയായിരിക്കും. അതവർക്ക് ഒരുപാട് സങ്കടവും വിഷമമൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഒരുപക്ഷെ നമ്മളിപ്പോൾ ഇന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുള്ള പേസ് മേക്കർ ക്ലിനിക്ക് അവരുടെ വലിയൊരു പ്രശ്നത്തിന് വലിയൊരു ആശ്വാസം ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ആരോഗ്യമുള്ള ഒരു ഹൃദയം നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് സാർ. അപ്പോൾ ഹാർട്ട് ഡേ ഒക്കെ അല്ലേ, ഹാർട്ടിന് കുറച്ചൊരു കുറച്ച് ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ടും ഒരു മെലോഡിയസ് പാട്ടായിട്ട് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഇവിടെ ഉണ്ട്, ശ്രീ രാജ്കുമാർ രാധാകൃഷ്ണൻ സർ. സാറ് അനൂപ് സാറിൻ്റെ പുതിയ സിനിമ എല്ലാവരും പത്മയുടെ ട്രെയിലറൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഞാൻ ആദ്യം നോക്കിയത് പത്മ എപ്പോഴാണ് വരുന്നതെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ആ പടത്തിൽ ഒരു പാട്ട് പാടിയാണ് സാർ. പക്ഷെ സാർ ഇപ്പം നമുക്ക് വേണ്ടി പാടുന്ന വേറൊരു പാട്ടാണ്. അപ്പോൾ നമുക്ക് ആ പാട്ടൊന്ന് കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ഹോസ്പിറ്റലായിട്ടൊരു ബന്ധമുണ്ട്. ഞാൻ 15 ഇയേഴ്സായിട്ട് ഫാർമ ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഒരു എക്സിക്യൂട്ടീവ് ആയിട്ടും ഒരു ഏരിയ മാനേജറായിട്ടൊക്കെ ഞാൻ ഇവിടെ വർക്കിന് വന്നൊരു ഹോസ്പിറ്റലും കൂടെയാണ്. പിന്നെ സ്വന്തം നാട്ടുകാരനാണ്. അനുവേട്ടൻ്റെ ഒരു സപ്പോർട്ട് അത് ഞാൻ പറഞ്ഞു ഇങ്ങനെ ആൾക്കാർക്ക് കേട്ട് ശീലമായതുകൊണ്ട് ഞാനത് കൂടുതൽ പറയുന്നില്ല. ബട്ട് ഓൺലി ബിക്കോസ് ഓഫ് ഹിം ഞാനിന്ന് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ അനുവേട്ടൻ്റെ ഇപ്പോൾ ഒരു ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫംഗ്ഷൻ ആയതുകൊണ്ട് അനുവേട്ടൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ കുറച്ചെങ്കിലും കയറിയ ഒരു പാട്ടുണ്ട്, ശ്രീരാഗമോ എന്ന് പറഞ്ഞൊരു പാട്ട്. അപ്പോൾ ആ പാട്ട് തന്നെ ഞാൻ പാടാം വിത്ത് ഓൾ യുവർ പെർമിഷൻ.
തേടുന്നു നീ വീണതൻ പൊൻതന്തി സ്നേഹാർദ്രമ ഏതോ പദം തേടുന്നു ഈ നമ്മളെ നിന്നോണമോ ഭൂമാനമാ നിരാഗമോ ഭൂകാലമാ നിന്നും നീ പുലർക്കന്യയാ ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തി പൊൻതളികയിൽ പാൽ പായസ ചോറുണ്ണുവാ പിന്നെയും പൂം പൈതളാൽ കൊതി തുള്ളി നീക്കുവതെന്തിനോ ചെങ്കതളിക്കൂമ്പിൽ ചെറുതുമ്പിയായി തേടുന്നുവാ കാറ്റിനോടു കെഞ്ചി ഒരു നാട്ടുമാങ്കനി വീട്ടുവാ ഇനിയും നീ തൊടികളിൽ കളിയാടാൻ മോഹം ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ കോവിലിൽ പുലർവേളയിൽ ജയദേവഗീതാലാപനം കേവലാനന്ദാമൃത തിരയാഴിയിൽ നീരാടിനാം പുത്തിലങ്ങി ചോട്ടി മലർമുത്തു കോർക്കാൻ പോകാം കാന കേറാമേറ്റിൽ ഇനിയായിരത്തിരികൊളുത്താം ഇനിയും നീ കഥകളിൽ ഇളവേൽക്കാൻ മോഹം ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ സ്നേഹാർദ്രമാം ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ നിന്നോണമോ പൂമാനമായി നിരാഗമോ ഭൂപാളമായി ഇന്നും നീ പുലർക്കന്യയായി ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ. ഈ ഒരു പാട്ടാണ് അനൂപേട്ടൻ അനൂപേനൻ എന്ന വ്യക്തിയെ എനിക്ക് പരിചയപ്പെടാനും കാണാനും ഒക്കെ സാധിച്ച് അതിന് ഇടയാക്കിയ പാട്ട്. ആ ഒരു ബന്ധം കൊണ്ട് തന്നെ പത്മ എന്ന മൂവിയിൽ എനിക്ക് അനൂപേട്ടൻ്റെ 4 പാട്ട് പാടാനുള്ള ഒരു അവസരമാണ് കിട്ടിയത്. അതൊരു തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. അപ്പോൾ പത്മ അടുത്ത മാസം OTT-ൽ ഇറങ്ങുവാണ്. നിങ്ങളെല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്. അനൂപ് സാറിന് ഭയങ്കര ഇഷ്ടമാന്ന് പറഞ്ഞു പാട്ട്. എനിക്കൊന്ന് നമുക്ക് എല്ലാവർക്കും ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ. അത് ഇത്രയും നല്ല രസത്തിലൂടെ പാടി എനിക്കൊന്ന് യേശുദാസ് സാറിൻ്റെ പാട്ട് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷെ എനിക്ക് അതേ ഫീല് തന്നെ കിട്ടിയായിരുന്നു.
അപ്പോൾ അതിന് വരെ നമുക്ക് നല്ലൊരു കൈയടി കൊടുക്കാം, നമുക്ക് നന്നായി എൻകറേജ് ചെയ്യാം. ഒരു അങ്ങനെ ഒരു പുതിയ ടാലന്റ് പുറത്തേക്ക് വരുന്നത് നമുക്ക് നന്നായി ഒന്ന് എൻകറേജ് ചെയ്ത് കൊടുക്കാം. There is something always to be thankful for. May I request Dr. Anthony Pathadan, Consultant, Department of Cardiology, to propose the vote of thanks. നമ്മുടെ ഈ ക്ഷണം സ്വീകരിച്ച് ഞങ്ങളുടെ ബിസി ഷെഡ്യൂളിൽ നിന്ന് കുറച്ച് സമയം കണ്ടെത്തി ഇവിടെ എത്തുകയും ഞങ്ങളുടെ ഹൃദയമായിട്ടുള്ള ഫസ്റ്റ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയും നല്ലൊരു ആശയം പങ്കുവയ്ക്കുകയും ചെയ്ത നമ്മുടെ എല്ലാം പ്രിയങ്കരനായ മൾട്ടി ടാലൻറ്റഡ് അനൂപ് മേനോൻ സാറിന് ഞാൻ എൻ്റെയും രാജഗിരി കുടുംബങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ നന്ദി അർപ്പിക്കുന്നു. ലോക ഹൃദയ ദിനത്തോടനുബന്ധിച്ച് ഇങ്ങനൊരു നല്ലൊരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുകയും ആ ഒരു ആശയം രോഗിയുടെ കൂട്ടിരിപ്പുകാർക്കും ഇവിടെയുള്ള എല്ലാവർക്കും പകർന്നു നൽകിയതിന് രാജഗിരി മാനേജ്മെൻറ്റിന്, എസ്പെഷ്യലി ജോൺസൺ അച്ഛന്, അലക്സ് അച്ഛന്, ജോ അച്ഛന്, ജോസ് അച്ഛന് എല്ലാവർക്കും ഞാൻ എൻ്റെയും എല്ലാവരുടെയും പേരിൽ നന്ദി അർപ്പിക്കുന്നു. ഈ ഹൃദയ ദിനത്തിൽ നമ്മുടെ ഹാർട്ട് ടീം മേധാവിയും നമ്മുടെ മെഡിക്കൽ ഡയറക്ടറുമായ ശിവകുമാർ നായർ സാറിനെയും ഈ അവസരത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് മെഡിക്കൽ സൂപ്രണ്ടായ സണ്ണി സാറിനും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തായി നമ്മുടെ ഈ പരിപാടിക്ക് ചുക്കാൻ പിടിക്കുകയും അതിൻ്റെ അമരണക്കായി നിൽക്കാനായി ഡോക്ടർ രാംദാസ് സാറിനെ ഞാൻ ഹൃദയപൂർവ്വം നന്ദി അർപ്പിക്കുന്നു. സാറിനോടൊപ്പം തന്നെ ഈ പരിപാടിക്ക് വേണ്ടിയുള്ള എല്ലാ സപ്പോർട്ടും ആശയങ്ങളും തരികയും ചെയ്ത സുരേഷ് സാറിന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. അടുത്തായി കാർഡിയോളജിയിലെ ഡോക്ടർ ജേക്കബ് സാറിനും കാർഡിയോതൊറാസിക് സർജറിയിലെ ഡോക്ടർ റിനറ്റ് സാറിനും അജ്മൽ സാറിനും ഞാൻ ഈ അവസരത്തിൽ എൻ്റെ നന്ദി അർപ്പിക്കുന്നു. ഈ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത എല്ലാത്തിൻ്റെയും HR ഡിപ്പാർട്ട്മെൻറ്റിന് ഞാൻ സ്പെഷ്യൽ താങ്ക്സ് പറയുന്നു. അവസാനമായിട്ട് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും, ഓരോ രാജഗിരി സ്റ്റാഫിനും എംപ്ലോയീസിനും എൻ്റെയും കാർഡിയോളജിയുടെ ഡിപ്പാർട്ട്മെൻ്റ് എല്ലാവരുടെയും പേരിൽ ഞാൻ നന്ദി അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you so much, sir. That brings us to close of the main program. ഇനിയാണ് നമ്മുടെ ഫൺ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എല്ലാവരും കാണുന്നുണ്ട്, 2 ബാർ തൂക്കി വെച്ചിട്ടുണ്ട്. ഹാങ്ങിങ് ബാർ ചാലഞ്ച്, അതാണ് എൻ്റെ പേര്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ 2 പേര് അപ്പുറത്ത് ഇപ്പുറത്തായിട്ട് തൂങ്ങിക്കിടക്കും. ആ മാക്സിമം തൂങ്ങുന്ന ആൾ എത്ര സമയം മാക്സിമം തൂങ്ങിയിരിക്കുമോ അയാൾ ജയിക്കും. അയാളോ അവളോ ആർക്കും വേണമെങ്കിൽ, ലേഡീസിനും ജെൻസിനും 2 പേർക്കുണ്ട്, മെയിൽ ഫീമെയിൽ 2 കാറ്റഗറീസും ഉണ്ട്. അപ്പോൾ സാർ ട്രൈ ചെയ്യുന്നു. അതെ, എനിക്കറിയായിരുന്നു എന്തായാലും ഷോൾഡർ, എനിക്ക് ഭയങ്കര ഷോൾഡർ വേദന. എന്നോട് ചോദിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു കോമ്പയറിങ് ചെയ്തോളാം. അപ്പം നമുക്ക് അതിലേക്ക് ഇങ്ങനെ പോവാം. അപ്പം നമ്മുടെ ആദ്യത്തെ കണ്ടസ്റ്റൻസ് ഇവിടെ ഉണ്ടെങ്കിൽ അപ്പൊ ഇതിന്റെ റൂൾസ് അങ്ങനെ പ്രത്യേകിച്ച് റൂൾസ് ഒന്നുമില്ല. ഇപ്പുറത്തെ ആൾ എന്ത് ചെയ്യുന്നു നമ്മൾ നോക്കാൻ പാടില്ല. നമ്മൾ നമ്മുടെ അങ്ങനെ പാട്ടൊക്കെ പാടി അവിടെ മുകളിൽ തൂങ്ങിയിരിക്കുക. എത്ര മാക്സിമം ടൈം ആരായിരിക്കും ചെയ്യുന്ന അവർക്ക് പ്രൈസ് കിട്ടിയിരിക്കും. അപ്പുറത്തെ ആള് ചിലപ്പോൾ വീണ് കിടന്ന് ബഹളമൊക്കെ ഉണ്ടാക്കും. ഞാൻ അച്ഛനോട് ചോദിച്ചതാ, പക്ഷെ അച്ഛൻ വേണ്ടെന്ന് പറഞ്ഞു. മേലെ നമ്മുടെ ടീം കയറ്റും. ഹൈറ്റ് കുറവാന്ന് ഒന്നും വിചാരിക്കരുത്, സ്റ്റൂളൊക്കെ ഇവിടെ റെഡിയാ, ഒന്നും പേടിക്കണ്ട. നമ്മുടെ ഡിഗ്നിറ്ററീസിന് ആരെങ്കിലും ഒന്ന് തുടക്കം ഇട്ടായിരുന്നെങ്കിൽ നല്ലായിരുന്നു. രാംദാസ് സാർ ഒരു സൈഡിൽ അലക്സ് അച്ഛനും. കൈ കൊടുക്കാം എല്ലാവർക്കും. വെരി ഗുഡ്. അതെ എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ തൂങ്ങാതെ. അതിന്റെ ശക്തി എത്രയുണ്ടെന്ന് എനിക്ക് അറിയില്ല. ഒരാളോ 2 പേരും പോരെ സർ, ദിസ് ഇസ് എ സ്പോർട്ട്. നോ, കമോൺ. ആ കയ്യടി കമോൺ. അത് കയ്യടി നിർത്താൻ പാടില്ല കേട്ടോ. അത്ര എളുപ്പമൊന്നുമില്ല. ഞാൻ ഇങ്ങനെ പറയുന്നത്, പക്ഷെ അത്ര എളുപ്പമൊന്നുമില്ല, നിൽക്കാൻ പറ്റത്തൊന്നുമില്ല. വാട്ട് എ സ്പോർട്ട്. ഓക്കെ പറയുമ്പം
സ്റ്റാർട്ട്. ഇല്ലില്ല. ഓക്കെ, സ്റ്റാർട്ട്. കമോൺ കമോൺ. അച്ഛന്മാരെ ആര് സപ്പോർട്ട് ചെയ്യുന്നു? കമോൺ. സാറിനെ ആരും സപ്പോർട്ട് ചെയ്യുന്നു? വേഗം സാർ, കമോൺ. യെസ് യെസ് യെസ്, കമോൺ. വളരെ ഫിറ്റ് ആയിരിക്കും നമ്മുടെ അലക്സ് അച്ഛൻ. ടൈം നമ്മൾ നോക്കുന്നുണ്ടല്ലോ, 24 സെക്കൻഡ്, 25 സെക്കൻഡ്. അത്ര എളുപ്പമല്ല. For all the biscuits that you didn't eat, sir. കണ്ടോ, വളരെ സിമ്പിളാ, വളരെ സിമ്പിളാ. ഇനി ആൾക്കാർക്ക് വന്നു ചേരാ ഇതിനകത്ത് കേട്ടോ. അങ്ങോട്ടിങ്ങോട്ട് നോക്ക്. അപ്പൊ HODക്ക് ബലമുണ്ട്. അപ്പൊ അങ്ങനെ ഇത് കുറെ 40ഓളം എൻട്രീസ് ഉണ്ട്. മെയിൽ കാറ്റഗറിയിൽ ഒരു 13ഓളം എൻട്രീസ് ഉണ്ട് ഫീമെയിൽ കാറ്റഗറി. ഇനിയും പേര് തരാനുള്ളത് പേര് തന്നു കേട്ടോ. നെക്സ്റ്റ് നമുക്ക് വരാൻ പോകുന്നത് അമറും അനൂപും. കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് നമുക്ക് അനൂപ് സർ പോവുകയാണ്. നമുക്കൊന്ന് ടാറ്റ ബൈ ബൈ പറയാം. കൈയടിക്കാതിരിക്കരുത്. വിടരുത് വിടരുത് വിടരുത്. നല്ലൊരു പാട്ട് മനസ്സിലാലോചിച്ചാൽ മതി. കമോൺ. അതെ, പ്രത്യേക ഒരു കാര്യം പറയാം. അപ്പുറത്തെ ആള് വിട്ടു എന്ന് വിചാരിച്ച് നിർത്തരുത്. കണ്ടിന്യൂ ആസ് ലോങ് ആസ് യു ക്യാൻ കണ്ടിന്യൂ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് കണ്ടസ്റ്റൻസ് ആരാന്ന് നോക്കാം. ഗോകുലും ബിനിലും ഇവിടെ ഉണ്ടോ? ഗോകുൽ ബിനിൽ CSST ആണ് രണ്ടുപേരും. ഒരു നല്ല കൈയടിക്ക് കൊടുക്ക്. എത്ര പേർക്ക് ഇവിടെ കയറി ഇങ്ങനെ ചെയ്യാൻ പറ്റും? പറ്റില്ലല്ലോ. അവരൊക്കെ കൈയടിക്കും.
സിഗ്നൽ ചെയ്യണേ. സ്റ്റാർട്ട്. ഈ സൈഡിലെ ആൾക്കാർ ഭയങ്കര എന്തൂസിയാസ്റ്റിക് ആണ്. ഈ സൈഡിലൊന്നും ഒച്ച കേൾക്കുന്നില്ല. ഓപ്പറേഷൻസ് ടീം ആണല്ലോ, എനർജി ഉള്ള ആൾക്കാരാണല്ലോ. കയ്യടി, അടിപൊളി. 1 മിനിറ്റ് 6 സെക്കൻഡ്. മിനിറ്റ് 6 സെക്കൻഡ് ഇപ്പോഴത്തെ ഹയസ്റ്റ് ആണ്. 1 മിനിറ്റ് 6 സെക്കൻഡ്. ലേഡീസിന്റെ വരുന്നുണ്ട്, കണ്ടോ കേട്ടോ. ഇതിനേക്കാളൊക്കെ നമ്മൾ മേളിലേക്കായിരിക്കും. അപ്പൊ നമുക്ക് ലേഡീസിനകത്തൊന്ന് തുടങ്ങാം. ശ്രീജ എം അജയ്, ആശ ബെന്നി, PMR. രണ്ടുപേരും PMR ആണ്. ഒന്ന് കൈ കൊടുത്തേ. ഇവിടെ ഉണ്ടോ? നമ്മുടെ കൂടെ ഉണ്ടോ? കയ്യടി. പേടിക്കണ്ട, സ്ട്രെസ്സൊന്നും വേണ്ട, ചിരിച്ചോ. സ്റ്റാർട്ട്. അവർക്ക് എൻകറേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുഖം കണ്ടാലേ ഉണ്ടാവുള്ളൂ കേട്ടോ. നിങ്ങൾ എല്ലാവരും സ്ട്രെസ്സോടെ നോക്കല്ലേ, അവരെ എൻകറേജ് ചെയ്യും. പറ്റും. ഓക്കെ, നല്ലൊരു കയ്യടി കൊടുക്കാം. 34 സെക്കൻഡ്. അടുത്ത നമ്മുടെ കണ്ടസ്റ്റൻസ് അശ്വിൻ കുമാറും അരുൺ മാത്യു, രണ്ടുപേര് CSST ആണ്. രണ്ട് കണ്ടസ്റ്റൻസും റെഡി ആകുമ്പം എന്നോട് സ്റ്റാർട്ട് പറയുമ്പോൾ മാത്രം നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് അത് One, two, three, start. Music. അതിലാണ് ഒരു ഓളം.
തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. കൈയടി കൊടുക്ക്. എന്തൊരു സിമ്പിളായിട്ട് നിൽക്കുന്ന നോക്കി, ഒന്നും അറിയാത്ത പോലെ. ഹയസ്റ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കയ്യടി കൊടുക്കാം, നമുക്ക് നല്ല കയ്യടി കൊടുക്കാം. അടിപൊളി അടിപൊളി. ഓപ്പറേഷൻ അടിപൊളി. അപ്പൊ ഇപ്പോഴത്തെ ഹയസ്റ്റ് സ്കോർ എന്ന് പറഞ്ഞാൽ 1.42 1 minutes 42 seconds. നല്ലൊരു കൈയോടെ എടുക്കാം. ഇനി ഇതിനെ തകർക്കാൻ ആരുണ്ട് നമുക്ക് നോക്കാം. നെക്സ്റ്റ് കിളിമോൻ ആൻഡ് ദിജോ സോജൻ. രണ്ടുപേരും കൂടി ഉണ്ടോ? ഡിജോ സോജൻ ഇവിടെ ഉണ്ടോ? ആമസോണിലെ ഒരു സ്റ്റാഫ് നമുക്ക് വന്നിട്ടുണ്ട് ഇവിടെ. ഓക്കെ, രണ്ടുപേര് റെഡി ആകുമ്പോ ടൈം എടുത്തോ. രണ്ടുപേർ റെഡി ആകുമ്പോ എന്നോട് പറയണം. ഓക്കെ, One, 2, 3, start. Come on, come on, come on, come on. ആദ്യത്തെ കൈയടി എല്ലാവർക്കും. Come on. കൈയടി കൊടുക്കാം. ഇവിടുന്ന് ജയിക്കുന്ന ആളെ ഞാൻ ഒളിമ്പിക്സിൽ കയറ്റും കേട്ടോ. അടുത്ത രണ്ട് പാർട്ടിസിപ്പൻസ് ആൽബി എൽദോ CSSD ഡെൽഫിൻ ലോണ്ടറി ഇവിടെ ഉണ്ടോ? ഇപ്പൊ രണ്ട് കണ്ടസ്റ്റൻസ് ഇവിടെ റെഡി ആയിരിക്കുന്നു. റെഡിയാണോ? 1, 2, 3 സ്റ്റാർട്ട്. ആദ്യത്തെ ഒരു കൈ നമ്മൾ എന്തായാലും കൊടുത്തിരിക്കുന്നല്ലോ.
ടീം ഒന്ന് റോഡ്സ് ഒന്ന് തുടയ്ക്കാമോ? ഒരു ചെറിയ ബ്രേക്ക്. ബ്രേക്കിൽ നമുക്ക് ചെറിയൊരു ഡാൻസ് പെർഫോമൻസ് കൂടെ കാണാം. ആട്ടോ ഒന്ന് എൻകറേജ് ചെയ്ത് കണ്ട എന്തൊരു എക്സൈറ്റ്മെന്റ് ആ നോക്കിയേ. നിങ്ങൾക്കുണ്ടോ ഇതിന്റെ പകുതി എക്സൈറ്റ്മെന്റ്? നമ്മുടെ അടുത്ത 2 കണ്ടസ്റ്റൻസ് ഫീമെയിൽ കാറ്റഗറിയാണ്. അനിത കുമാരി CSSD, നീതു എം ജേക്കബ് ഡയാലിസിസ്. ഇവിടെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് സ്റ്റേജിന്റെ അടുത്തേക്ക് വരാമോ? അനിത കുമാരി, നീതു എം ജേക്കബ് ഇവിടെ ഉണ്ടോ? അനിത കുമാരി CSSD. ഓക്കെ, ഫീമെയിൽ കാറ്റഗറി ഇപ്പോൾ ആള് കുറവാട്ടോ, മെയിൽ കാറ്റഗറി കൂടുതൽ. ഫീമെയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പേരൊക്കെ കൊടുത്തോട്ടോ. നമ്മൾ ഒരിക്കലും കുറയാൻ പാടില്ല, ഈക്വാളിറ്റി. റെഡിയാകുമ്പോൾ ഒന്ന് പറഞ്ഞാൽ മതിയേ. ഓക്കെ, 1 2 3 സ്റ്റാർട്ട്. കയ്യടി കയ്യടി കയ്യടി. ഒന്ന് നോക്കരുത്, ഒന്നും നോക്കില്ല, നേരെ തുള്ളി. ഡെൽഫിൻ, മണിമോയ്, രണ്ടുപേരും ലോണ്ടറി ആണ്, ലോണ്ടറി സ്റ്റാഫ്. മണിമോയ് ഇവിടെ ഉണ്ട്. ഡെൽഫിൻ ഇവിടെ ഉണ്ടെങ്കിൽ സ്റ്റേജിന്റെ അടുത്ത് വരാമോ? ഡെൽഫിൻ ഓൾറെഡി കഴിഞ്ഞാന്ന് പറഞ്ഞപ്പോ സിംഗ്ലൻ എന്ന് പറഞ്ഞ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? സിംഗ്ലൻ ഹൗസ് കീപ്പിംഗ്. സിംഗ്ലനെ കാണുന്നില്ല, അതുകൊണ്ട് മനീഷ്, ഫിനാൻസിലെ മനീഷ് വരുന്നുണ്ട്. ഞാൻ വിചാരിച്ചില്ല, അഡ്മിനിൽ ആരും കാണുന്നില്ലല്ലോ, മാനം കാത്തു. റെഡിയാകുമെന്ന് പറയണേ. 1 2 3 സ്റ്റാർട്ട്. കമാൻ കമാൻ കമാൻ. കയ്യടി. ഫിനാൻസിലെ അഡ്മിനിലെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ, ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കയ്യടിക്ക്.
നമുക്ക് അജിത്താണ്. എൽദോയ്. ആൾക്കാരെ പണിയിപ്പിക്കുന്നതുകൊണ്ട് നീ ഇന്ന് ഇത് തൂങ്ങിട്ട് വന്നാൽ മതി. റെഡിയാകുമ്പോ പറയണേ. One, 2, 3, start. അടിപൊളി അടിപൊളി. കൈയടി കൈയടി കൈയടി. ഒരു നല്ല കൈയടി കൊടുക്കാം. നമുക്ക് ഫീമെയിൽ കാറ്റഗറിയിലോട്ട് പോവാം. അടുത്തത് ഇർഷാന FNB നേതാവ് ഇവിടെ ഇരിക്കുന്നുണ്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, സതീഷ് സാറ്. പിന്നെ ജോമോൾ തമ്പി, നമ്മുടെ മെഡിക്കൽ ഡയറക്ടറുടെ സെക്രട്ടറി, ഇതുവരെ സ്റ്റേജിൽ കയറിയിട്ടില്ല. ഇതിന് ഞാൻ വിളിച്ചു വരുത്തി കയറ്റുന്നതാണ്. അതും നല്ല കൈയടി കൊടുക്കാം. മാസ്കുരിക്കോ നല്ല ഫോട്ടോ ഒക്കെ